നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്ന എവിടെ എന്നറിയുമോ? പഴനിയിലാണ്. പഴനിയിൽ നമുക്കൊരു കോളേജ് ഉണ്ട്, ശ്രീ സുബ്രഹ്മണ്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. അപ്പോൾ അവിടെ നിന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇപ്പം നിങ്ങൾ ഒരു ഇൻട്രോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ മോനുണ്ട് കേട്ടോ അവിടെ. ഓക്കെ അച്ഛനെ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്ക വരട്ടിയതാണ്. അപ്പോൾ പഴച്ചക്ക എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വരട്ടി വെക്കാം. അപ്പോൾ വരട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. അതേസമയം അത് പ്രിസർവ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അത് വെച്ച് ചക്ക പായസം ഉണ്ടാക്കാം, ചക്കട ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ചക്ക വരട്ടിയത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് എങ്ങനെയാണ് ചക്ക വരട്ടിയത് ചെയ്യാം എന്ന് നോക്കിയിട്ട് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക വരട്ടാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് എന്താ? ചക്ക. ഞാനിപ്പോൾ ഇവിടെ കൂഴച്ചക്ക, അതായത് പഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ആൾക്കാർക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് പഴച്ചക്ക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പഴച്ചക്ക. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, വരിക്കച്ചക്കയാണെങ്കിൽ എല്ലാവരും കഴിച്ചു തീർക്കും. പഴച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ വരട്ടി വെക്കാണ് സാധാരണ പതിവ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ ചക്കയിൽ നിന്ന് കുറച്ച് പോർഷൻസ് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി ഉള്ള ചക്കയാണിത്. ഇപ്പോൾ ഇത് കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. കുരുവൊന്നുമില്ല ഇതിൽ. ഇത് 4 കിലോ ഉണ്ട്. ഞാൻ വെയിറ്റ് നോക്കി. അപ്പോൾ 4 കിലോ ഉണ്ട് ചക്കച്ചോള മാത്രം കേട്ടോ. കുരുവൊന്നും ഇല്ലാത്ത ചക്കച്ചോള 4 കിലോന്റെ അളവാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു വലിയ പാത്രം വെക്കുക. ആ പാത്രത്തിലോട്ട്, ഇത് നോൺ സ്റ്റിക്ക് പാത്രമാണ്, നോൺ സ്റ്റിക്കിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം. ഇനി ഗ്യാസ് ഓൺ ചെയ്യട്ടെ. ഞാൻ ഇത് ജസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഓക്കെ, അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ചില അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നോൺ സ്റ്റിക്ക് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് മതി. പഴച്ചക്കാന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വേവുന്ന സംഭവമാണിത്. അതേസമയം മറ്റേ നമ്മുടെ വരിക്കച്ചക്കയ്ക്ക് കുറച്ച് സമയം എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ചാൽ അത് വരിക്കച്ചക്ക ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ കുക്കറിൽ വേവിക്കായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ 2 വിസിലിന് വേവും. പഴച്ചക്ക ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പാത്രത്തിൽ വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെന്തു, ഇത് മതി. ഇനി നമുക്ക് ഈ തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള ചക്കയാണ് കേട്ടോ ഇത്. അതായത് ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് എമൗണ്ട് ഇട്ടിട്ട് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. അല്ല, ഒരുമിച്ച് ഇടുമ്പോൾ അരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും അത് സൂക്ഷിക്കുക. അപ്പോൾ ഇനി നമുക്കിത് വെരുകണം. അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹലുവ, ഇതിന് ചിലവർ ചക്ക ഹലുവ എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക അരച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഈ ചക്ക അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശർക്കര ഉരുക്കി ഒഴിക്കണം. ഞാൻ 1.5 കിലോ ശർക്കരയാണ് ഉരുക്കിയിരിക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത്രയും എമൗണ്ടിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. ഒറ്റയ്ക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇവിടെ വീട്ടിലെല്ലാവരും ചെയ്യാറുണ്ട്, പക്ഷെ അതിന് അളവൊന്നും അവരൊന്നും നോക്കാറുണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ 1.5 കിലോ ശർക്കരയിലേക്ക് ഉരുക്കി ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, വേണം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ശർക്കര ഒഴിക്കാം. ഇപ്പോൾ ഞാനൊരു 4 ഗ്ലാസ് വെള്ളത്തിലാണ് ശർക്കര ഉരുക്കിയിരിക്കുന്നത്. എന്നിട്ട് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയാണിത്. കാരണം വെള്ളം വേണം. ഈ ശർക്കര വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഇത് നന്നായിട്ട് വരണ്ട് വരാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വറ്റി വന്നു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഏകദേശം മധുരത്തിൻ്റെ കാര്യം അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് രുചിച്ച് നോക്കട്ടെ. ഇപ്പോൾ മധുരം ഉണ്ട്, മതിയാവും മിക്കവാറും. 1.5 കിലോ കേട്ടോ അളവ്. പിന്നെ മധുരത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കഴിക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ വ്യത്യാസമായിരിക്കും. ചിലർക്ക് നല്ല മധുരമുള്ള ചക്ക വരട്ടിയതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അധികം മധുരം ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മധുരത്തിലൊക്കെ മാറ്റം വരുത്തണം. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 1 കിലോ ചക്കയ്ക്കാണെങ്കിലൊക്കെ ഒരു 1/4 കിലോ ശർക്കരയൊക്കെ മതിയാവും. ഇപ്പോൾ 4 കിലോ ആണ് നമ്മുടെ അളവ് കേട്ടോ. അതിനാണ് 1.5 കിലോ ശർക്കര എടുത്തിരിക്കുന്നത് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്ര ചക്കയുണ്ട് അതിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നെയ്യാണ്. അപ്പോൾ നെയ്യ് കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് അധികം നെയ്യിൻ്റെ മണം ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുള്ളൂ. അതോ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റം വരുത്താം നെയ്യിൻ്റെ അളവിൽ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അങ്ങനെ കുറുകി ഇതിലത്തെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല ഹലുവ പരുവാവുന്ന വരെ നമ്മളിത് വരട്ടിയെടുക്കണം. ഇത് വരട്ടാനാണ് ടൈം എടുക്കുക. അല്ലാണ്ട് പ്രോസസ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്, സിമ്പിൾ റെസിപ്പിയാണ്. പക്ഷേ നമ്മൾ ഉലുവ വരികയില്ലേ, അതേ സെയിം കൺസിസ്റ്റൻസി ആവണം. അതുവരെ നമ്മളിത് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നോൺ സ്റ്റിക്കിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഉരുളിയിൽ നമുക്ക് ചെയ്യാം.
അപ്പോൾ നോൺ സ്റ്റിക്കിൽ ചെയ്യണമെങ്കിൽ അധികം എന്താ പറയുക താഴെ പിടിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. പിന്നെ ഇത് അരച്ചിട്ട് ചെയ്യുമ്പോണ്ടല്ലോ നല്ലൊരു കൺസിസ്റ്റൻസി നന്നായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നത്. ചക്ക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ താഴെ പിടിക്കുകയെ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെയൊക്കെ വരട്ടുന്ന സംഭവങ്ങൾ ചെയ്യുമ്പോൾ കുഴിയുള്ള പാത്രത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പൊട്ടിത്തെറിച്ച് വന്നാൽ ആ വെള്ളത്തിൻ്റെ കണ്ടന്റ് മുകളിലേക്ക് പൊട്ടിത്തെറിച്ച് വന്നാൽ നമ്മുടെ കയ്യിലൊന്നും തെറിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മാക്സിമം വലിയ പാത്രം, അതായത് കുഴിയുള്ള പാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു ഹാഫ് ഡൺ ആയിട്ടുണ്ട് കേട്ടോ, ഒരു പകുതി വരെ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറ്റണം, ഹലുവയാവില്ലേ അതുപോലെ ആവണം. അപ്പോൾ കുറച്ചും കൂടി സമയം നമുക്ക് ചെയ്യാനുണ്ട്. കണ്ട് പൊട്ടി വരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ അധികമൊന്നും ഇതിൽ വെള്ളമില്ലാത്ത കാരണം പ്രശ്നമില്ല. ഇത്തിരി സമയം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ മധുരം നോക്കണം. മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് പാകമാണ് 1.5 കിലോ ശർക്കര. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ചിലവർ ഇതിൽ ഏലക്കയുടെ പൊടി ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ കശുവണ്ടി വറുത്ത് ഇട്ട് കൊടുക്കാം, അതായത് അണ്ടിപ്പരിപ്പ് കുറച്ച് വറുത്തിട്ട് കൊടുക്കാം, കിസ്മിസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതൊക്കെ ചെയ്യാം. പക്ഷെ ഞാനിതിലൊന്നും ചേർക്കുന്നില്ല, ഓൺലി ചുക്കുപൊടി മാത്രം ചേർക്കുന്നുള്ളൂ. അപ്പോൾ അല്പം ഒന്ന് വെതറി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ചുക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മളിതിൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് അണ്ടിപ്പരിപ്പ്, ചുക്ക്, അതേപോലെ തന്നെ ഏലക്കായപ്പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം അതിട്ട് കൊടുക്കാം. ഇത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുക. ഇത് കുറച്ചും കൂടെ ആവാനുണ്ട്, ഒന്ന് വരെ ചെയ്തു. ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചക്ക ഹൽവ അല്ലെങ്കിൽ ചക്ക വരട്ടിയത് ഇത് ഏകദേശം ഈ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇത്തിരി സമയം പിടിക്കും, കായികാധ്വാനം വേണം. കാരണം കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരാം. അപ്പോൾ നല്ല ശക്തി കൊടുത്താൽ മാത്രമാണ് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള കാരണമാണ് കേട്ടോ ഇത്ര. അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് ജാന് ദുബായിലേക്ക് കൊളീഗ്സിനൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര അധികം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നാവണം കേട്ടോ, കുറച്ചും കൂടെ ഇത്തിരി, അതായത് ഹൽവ പരുവത്തിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ പരുവത്തിൽ മതിയെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ സമയം കൂടെ ഒന്ന് വരട്ടിയെടുക്കാം. പിന്നെ നെയ്യ് പോരായെന്ന് തോന്നുകയാണെങ്കിൽ നെയ്യ് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല മഴ ഇവിടെ, പിടിക്കൊന്നുമില്ല, ഇങ്ങനെ വിട്ട് വരും. എല്ലാം കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് കംപ്ലീറ്റ് അങ്ങ് വിട്ട് വരും. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം പെർഫെക്റ്റ് ആവും. അതായത് ഇത് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ചക്ക വരട്ടി അതായത് ചക്ക ഹൽവ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ച് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐസ് പോലെ ആവില്ല, അപ്പോഴും സോഫ്റ്റ് തന്നെയായിട്ടിരിക്കും. എത്ര കാലം വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പറ്റും. അപ്പോൾ ദുബായിലൊക്കെ നമുക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാൻ പറ്റും, ചക്കട ഉണ്ടാക്കാൻ പറ്റും, എന്ത് വേണമെങ്കിലും അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ സംഭവം കയ്യിലുണ്ടെങ്കിൽ, ചക്ക സീസൺ അല്ലെങ്കിൽ പോലും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. ഇത് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. നെയ്യ് ഇവിടെ മതി. ഇനിയിപ്പോൾ തണുക്കുമ്പോൾ കുറച്ചും കൂടെ കട്ട് ചെയ്യിക്കോളും. ഒരുപാട് ഇപ്പോൾ ഞാൻ അധികം നെയ്യ് ഒഴിക്കാത്ത കാരണം എനിക്ക് ഇനി വരട്ടാൻ പറ്റില്ല. ഇനി വരട്ടിക്കഴിഞ്ഞാൽ കരിയും. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഞാനിങ്ങൊരു ഗ്രീസ് ചെയ്തിരിക്കുന്ന പാത്രത്തിലോട്ട് എടുത്ത് വെക്കട്ടെ. അതിനുശേഷം തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ് കേട്ടോ. എല്ലാം ഉണ്ട്. എനിക്ക് പാകത്തിന് മധുരമാണ്, അതായത് ഒരുപാട് മധുരമില്ല. നമുക്ക് മീഡിയം മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് പാകത്തിന് മധുരമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വേണ്ടി മാത്രമാണ് കേട്ടോ. മറ്റേത് അവിടെ ഇരുന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പാത്രത്തിലോട്ട് മാറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബൗൾ എന്തെല്ലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നെയ്യ് പരട്ടാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ വരട്ടിയ ചക്ക കുറച്ച്, ഇവിടെ ജാൻ്റെ അമ്മ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തണുത്തതിന് ശേഷം നമ്മളെ സിപ്ലോക്ക് കവറില്ലേ അതിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുക, ഫ്രീസറിൽ വെക്കുക ചെയ്യുക. അപ്പോൾ ആവശ്യത്തിന് ചെറിയ ചെറിയ കവറിലിട്ട് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് മാത്രം ആ ഒരു കവർ മാത്രം എടുത്താൽ മതിയല്ലോ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ബോക്സസിലാക്കിയിട്ട് വെച്ചാലും മതിയാവും. നമ്മുടെ കോഴിക്കോട് ഹലുവയൊക്കെ കണ്ടിട്ടില്ലേ, നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും, നെയ്യോ എണ്ണയെന്ന് വെച്ചാൽ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ലെവൽ ചെയ്യാൻ നമുക്ക് സ്പൂണിൻ്റെ താഴെ കുറച്ച് നെയ്യോ ഓയിലോ തടവിയാൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഈവനായിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, കാണാൻ നന്നായിട്ടില്ലേ, കഴിക്കാനും നന്നായിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നല്ല കാറ്റും മഴയാണ്, നല്ല മഴയാണ്. ഇപ്പോൾ നമ്മുടെ ഈ പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് തണുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ഇലയിലോട്ട് കമത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് ആ പാത്രത്തിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ അതിൽ നെയ്യോ എണ്ണയോ തടവതിന് ശേഷം മാത്രം ചക്ക വരികത അതിലേക്ക് ഇടാം, സെറ്റ് ചെയ്യാൻ തണുക്കാൻ വേണ്ടി അനുവദിക്കാം. അതിനുശേഷം നമ്മൾ കമത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സൈഡ് വിട്ടു പോരും. കാരണം എണ്ണമയം ഉള്ള കാരണം അതിൽ നിന്ന് സ്ലിപ്പായിട്ട് ഇതിലേക്ക് തിരിച്ചു പോരും. പറഞ്ഞു തരട്ടെ, നമ്മൾ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുക. അതിനുശേഷം മുറിക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. നല്ല സ്ക്വയറായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ, ഫ്രീസറിൽ വെച്ചതിന് ശേഷം മുറിക്കുകയാണെങ്കിൽ. കാരണം ഇതിനേക്കാളും കുറച്ച് ഹാർഡാവുമല്ലോ നമ്മുടെ ഈ ഹൽവ.
അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹലുവ. ഞാൻ ഇത്തിരി സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലവർക്ക് ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ കുറച്ചും കൂടെ നേരം നിങ്ങൾ വരട്ടിയെടുക്കുക. അതേപോലെ തന്നെ സോഫ്റ്റ്നെസ് കുറച്ചും കൂടെ കൂടുതലെന്നുണ്ടെങ്കിൽ അപ്പോൾ അധികം നേരം വരട്ടണമെന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള എടുത്തതിന് ശേഷം പിന്നെ ഒരു കണ്ടെയ്നറിലായിട്ട് 2-3 കണ്ടെയ്നറിലായിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് ഇത് സൂക്ഷിച്ച് എടുത്ത് വെക്കാൻ പറ്റും. ഫ്രീസറിൽ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഇതിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ജാനിന് കൊടുത്തു വിടണം. അപ്പോൾ ബാക്കി നമുക്ക് ഓണത്തിന് ചക്കപ്പായസം ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. നമ്മുടെ കുട്ടമ്പായി ചക്ക മുറിക്കാൻ പോവാണ് കേട്ടാ. കുട്ടേട്ടാ മുറുക്കി നോക്കട്ടെ പഴുത്തിട്ടുണ്ടോ. ഈശ്വര, യെസ്. പഴച്ചക്കാണ് കുട്ടേട്ടത്. വരിക, അടിപൊളിയാണ് പഴച്ചക്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴച്ചക്ക കഴിക്കാൻ. പറിക്കാനും സുഖാണ്, കഴിക്കാനും സുഖാണ്. അടിപൊളിയുണ്ടോ? അടിപൊളി. കറക്റ്റ് പാകത്തിലും ഒരു ദിവസം വൈകി ഞാൻ പറഞ്ഞില്ലേ ചക്കക്കുരു പായസം ഉണ്ടാക്കാം. പഴച്ചൊക്കെ എങ്ങനെ ഈസിയായി പറയാം. വീഡിയോ ബൈ ജാൻ ജോഷി. എമിറേറ്റ്സിലെ ജോലി കളഞ്ഞ് ചക്ക പറിക്കല നമുക്ക് ഉദ്യോഗം വെക്കലോ. എമിറേറ്റ്സില് ഈ ശമ്പളം ഇല്ലാണ്ട് ജോലി അല്ല, ശമ്പളം ഇല്ലാത്ത ലീവ് കിട്ടും. അടുത്ത് വരാം. പിടിച്ചു വലിച്ചു കഴിച്ചോ. ഓടി കുട്ടമ്പായി ഓടി. അങ്ങനെയുണ്ട് ടേസ്റ്റ് ഇടാ. ഇത് നമ്മുടെ മറ്റേ ചക്കില്ലേ, എന്താ അയിനി ചക്കില്ലേ, അയിനി ചക്കര പോലെ ഇപ്പൊ ഇരിക്കുന്ന കാണാൻ കൊതി പറ്റുണ്ടോ? വയറിളക്കം വരമിക്കും. ഒരു പേടിയുള്ളത് തിന്നുമ്പോ ചിലപ്പോ കുരു ഇറങ്ങി പോകും, അത്രക്ക് വഴുവഴുപ്പ. അപ്പൊ നമുക്കിത് എല്ലാം പറിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? വഴറ്റ അല്ല, എന്നിട്ടാണ് അതിന് പറയും ചക്ക വരട്ട. ചക്ക പറിക്കാൻ ഇവിടെ എത്ര പേരാണ് നോക്കിക്കേ. 2 പേരെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയില്ലേ. അത് ഭയങ്കര ഐഡിയ ആണ് കേട്ടോ. ജാൻ ജോഷി ആൻഡ് കുട്ടൻബായി ഭയങ്കര സംഭവം. ചക്ക പറിക്കൽ മഹാമഹം. ഇതിന്റെ മെഷീൻ അറിയുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഉള്ള 2 മെഷീൻ എത്തുന്നു. അടിപൊളി. ഇതാണ് അജിത ചേച്ചിയും കുട്ടൻ ചേർന്നത്.